ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. ഇന്ന് നമുക്കൊരു വെറൈറ്റി പായസം തയ്യാറാക്കാം. മഖാന കൊണ്ടൊരു പായസം തയ്യാറാക്കിയെടുക്കാം. നമുക്ക് കുറച്ചൊരു 3/4 ബൗള് മഖാന ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മഖാന കൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരട്ടെ. നമുക്കിതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കശുവണ്ടി പരിപ്പും ബദാമും കിസ്മിസും ഒക്കെ വറുത്ത് കോരിയെടുക്കാം. ആദ്യം കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ബദാം കുറച്ചും കൂടെ സമയമെടുക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് മഖാന ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മഖാന റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അടുത്ത നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. നമുക്കിതിലേക്ക് കുറച്ച് സേമിയയും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതും കുറച്ച് മതി. ഒരു 2-3 സ്പൂണോളം മതി. ഇതും കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ സേമിയ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 2-3 സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് സേമിയ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അടുത്ത നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഖാന ഒരു ഇടികല്ലിലിട്ടിട്ടൊന്ന് കുത്തിപ്പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് കഷ്ണങ്ങളാക്കിയെടുക്കാം. അല്ലെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൾസ് ചെയ്താലും മതി. പക്ഷെ അപ്പോൾ കൂടുതൽ പൊടിഞ്ഞു പോകും. ഇതേ രീതിയിലൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് മഖാനയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സേമിയൊക്കെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഖാനയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് രണ്ടും കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ലിറ്ററോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാൽ മതി. ഇനി പാൽ വേണമെന്നുണ്ടെങ്കിൽ കുറുകി വരുന്നതിനനുസരിച്ച് നമുക്ക് പാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാലിൽ കിടന്ന സേമിയയും മഖാനയും കൂടെ ഒന്ന് വെന്ത് വരണം. മഖാന സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്ക് വെന്ത് കിട്ടും. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ എന്ത് വേണമെങ്കിലും ചേർക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത്ര സിമ്പിളല്ലേ, എത്ര പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം.
നല്ല ടേസ്റ്റ് ആയിട്ടോ. സിമ്പിളാന്ന് പറഞ്ഞിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇനി ഞാനിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും ബദാമും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസം റെഡിയായി. ഇത് നോക്ക്, നമ്മുടെ മഖാന പായസമൊക്കെ റെഡിയായി സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഇത് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. സേമിയ പായസം വെക്കുന്നതിന് പകരം കുറച്ച് മഖാനയും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആകും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കണേ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.